ഞാനൊരൊറ്റ കൈ പ്രയോഗത്തിന് ഇറങ്ങാൻ പോകുന്നു ഗൈസ്. എന്താവുന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം നിങ്ങളായിരിക്കും എനിക്കിങ്ങനെ അറിയാം. അല്ല Hey guys, welcome to the vlogs. Blue skies, summer nights, chasing dreams and catching flights. Music out, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip for the അപ്പം ഇന്ന് കൃഷിൻ്റെ വകയാണ് കേട്ടോ എല്ലാവർക്കും വെൽക്കം പറഞ്ഞത്. അപ്പം എൻ്റെ എല്ലാവർക്കും കൃഷിൻ്റെ വക ഹായ് ഉണ്ട്. ഹായ് പറ. ഹായ് ഫ്രണ്ട്സ്. അപ്പം കൃഷിനെ ഞാൻ അവിടെ കൊണ്ടുപോയി കിടത്തി. അപ്പം അവൻ എണീറ്റ് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. അപ്പം ഇന്നെന്താ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞാനൊരൊറ്റ കൈ പ്രയോഗത്തിന് ഇറങ്ങാൻ പോകുന്നു ഗൈസ്. എന്താവുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും വെയിറ്റ് ആൻഡ് സീ. അപ്പം എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊരു ചെറിയ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ ഇപ്പം ഞാൻ ഇത് വൈകുന്നേരമായി. ഞാൻ കുളിക്കാനൊക്കെ എത്തിരി ലേറ്റായിപ്പോയി. ഇപ്പോഴാണ് ഞാൻ കുളിച്ചത്. പിന്നെ വിളക്കൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഞാൻ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റക്കൈ പ്രയോഗം ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇന്നൊരു കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എന്താന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യും. സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യട്ടോ. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചത് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇല്ലെങ്കിൽ റെഡി ആയാൽ ഞാൻ പറഞ്ഞു തരാം. റെഡി ആയില്ലെങ്കിൽ ഞാൻ പറയും കേട്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പണി കിടക്കുവാണ്. അപ്പം നിങ്ങളായിരിക്കും ഞാൻ റെഡിയാക്കി വെച്ചത്. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നത്. അവസാനം ഇന്ന് എനിക്ക് പിന്നെ മടി തീരെ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും എത്തി. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഫൈനലി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നായിരുന്നു, വേറെ ആരെയും ഹെൽപ്പില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം എന്നായിരുന്നു. പക്ഷേ എന്നെ ചതിച്ചു ഗൈസ്. ഈസ്റ്റ് എന്നെ ചതിച്ചു. ഈസ്റ്റ് നമ്മൾ അപ്പത്തിലൊക്കെ ഇടുന്ന ആ ഒരു സാധനത്തിലരി അത് ഞാൻ പുതിയൊരു ഇതായിരുന്നേ, ബോട്ടിലായിരുന്നേ. അത് പൊട്ടിച്ചപ്പോൾ എൻ്റെ കൈൻ്റെ ഇവിടെ ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? സംഭവം ചെറുതാക്കാണ്, പക്ഷെ നല്ല വേദനയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കുഴക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഏച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ഗൈഡ് ചെയ്തു, ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങളായിരിക്കും എനിക്കിങ്ങനെ അറിയാം. അല്ല നമ്മുടെ സ്വന്തം യൂട്യൂബ് അമ്മച്ചിയുള്ളപ്പോൾ നമ്മളെന്ത് വിഷമിക്കണം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കി ഏച്ചിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി ബാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ബാക്കി പണികൾ തുടങ്ങാം. ഒരു കടുങ്കൈയാണ്, ഇതെല്ലാം നോക്കാം. മാവും ചിക്കനും ഒക്കെ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ മാവ് നമുക്ക് കുഴച്ച് വെച്ചത് ഏത് പരുവത്തിലായി എന്ന് നമുക്ക് നോക്കാം. വാവ്, നല്ലോണം പൊങ്ങി വന്നിട്ടോ. ഇത് ഭയങ്കര പൊങ്കലായിപ്പോൾ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ഇത്രയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇത്രയായിരുന്നു. ഇത് ഫുള്ള് നോക്കിയ പാത്രം ഫുള്ള്. ഹായ്, നല്ല രസമുണ്ട് തൊട്ട് കളിക്കാൻ. അയ്യോ, ഇത് ബലൂണ് പോലെ നോക്കി തൊട്ടപ്പോൾ ഇത് ഷൂ നായിപ്പോയി. ഹായ്, നന്നായി വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതിൽ ചിക്കനുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യട്ടോ. നമുക്ക് നോക്കാമല്ലോ അവസാനം എന്താവുമെന്ന്. അപ്പം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ ഗൈസ്, എൻ്റെ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ വാരിപ്പറക്കി കുക്കറിലിട്ട് വേവിക്കാനൊക്കെ വെക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് അവസാനം കണ്ടറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തക്കാളി, ഉള്ളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മറ്റേ വറവിലൊക്കെ ഇടുന്ന ചുവന്ന മുളകില്ലേ, വറ്റൽ മുളക്, അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ
എടുത്ത് മിക്സിയിലിട്ട്, മിക്സിയല്ല കുക്കറല്ലേ, മാറിപ്പോയതാട്ടോ, കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഇങ്ങനെ കുറേ മുന്നേ എല്ലാം മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരുന്നു. ഇനി അത് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രൈ ലോയിലും അല്ല ഹൈയിലും അല്ലാതെ നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആരും സഹായിക്കില്ല, പാവം ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ അമ്മേനെ കിട്ടിയപ്പോൾ ഞാൻ അമ്മേനെ പിടിച്ച് അമ്മയ്ക്ക് പണി കൊടുത്തു. പിന്നെ ആ ചേച്ചിക്ക് പിന്നെ തൃശ്ശൂർ ഉള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ വിട്ടു. അപ്പോൾ അവളാണ് ഇടയ്ക്കിടയ്ക്ക് വന്നൊക്കെ ആയോ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ കോപ്രായം കാണിക്കും. അമ്മ ഇവിടെ നിന്ന് എനിക്കൊരു പണി തന്നെയായിരുന്നു. അപ്പം ഞാൻ അതായിട്ട് എക്സ്പ്രഷൻ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താവും, സക്സസ് ആവുമോ അതോ പരാജയപ്പെടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി ഗൈസ് എൻ്റെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പിസ്സ, എൻ്റെ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അപ്പം ഞങ്ങൾ 3 പേര് ആദ്യം എടുത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം വെച്ചാൽ ഞാൻ വീഡിയോയും ഫോട്ടോ ഇതൊക്കെ എടുത്ത് കുറച്ച് തണിഞ്ഞപ്പോഴേക്കും ആ പിസ്സേൻ്റെ ആ വലിവും അതൊക്കെ അങ്ങ് പോയി. സംഭവം ചൂടോടെ എടുക്കുമ്പോൾ നല്ല ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ തണിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ കുറച്ച് കട്ടയായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. കുറേ ഒക്കെ നല്ല സക്സസ് ആയി അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായല്ലോ അല്ലേ? അപ്പം എൻ്റെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഒറ്റ പ്രയോഗം എന്നൊക്കെയാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ കൊറോണ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഇത് അതിൽ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും സൂപ്പർ. രണ്ടാമത്തെ ട്രിപ്പിന് വെച്ചിട്ടുണ്ട്. ഒന്ന് റെഡിയായപ്പം ഭയങ്കര ആവേശമായി. അത് പിന്നെ എങ്ങനെയായിരിക്കും. പിന്നെ ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, ഞാനുണ്ടാക്കിയതുകൊണ്ട് ഒന്നുകൂടെ അടിപൊളിയായി. സത്യം, എനിക്ക് ഭയങ്കര കയ്പുണ്യാണ്, പണ്ട് അങ്ങനെയാണ്. അങ്ങനെ ഇതാ രണ്ടാമത്തെ ട്രൈയും റെഡിയായി, നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം അറിയോ, ഞാനിത് വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പം സമയം 9 മണിയായിട്ടുണ്ട്. അത് സമയം ഉണ്ടാക്കി വന്നപ്പോഴേക്ക് സമയം രാത്രി 9 മണിയായിപ്പോയി. അവസാനം ചോറിന് വരെ പിസ്സ കഴിക്കേണ്ടി വന്നു. അല്ല കേട്ടോ, അവസാനം ചോറും കഴിച്ചു. അങ്ങനെ വെറുതെ വിടൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പം ചോറും കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ ഒറിജിനൽ പിസ്സ പോലെയൊന്നും ആവില്ല, അതൊക്കെ കുറച്ച് ഓവറായി പോവില്ലേ, അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ ഓവനൊന്നും ഇല്ലാണ്ട് അല്ലാതെ ഗ്യാസ് മേലിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും ചെറിയ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, സക്സസ് ആവും. അപ്പോൾ എൻ്റെ എക്സ്പെരിമെൻറ്റ് വർക്കൗട്ട് ആയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ചില്ലറ കാര്യമൊന്നും അല്ല. ഇനി ഇതുപോലെ പല എക്സ്പെരിമെൻറ്റും പ്രതീക്ഷിക്കാം കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാരണ അങ്ങനെയല്ല, ചോറും കറിയും അതൊന്നും ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പഠിക്കാൻ ഇഷ്ടമാണ്, എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഓരോന്ന് പരീക്ഷിച്ച് നോക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരിതിൽ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കൊറോണ സമയത്തൊക്കെ ഞാൻ കുറേ ഇങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. വിജയിച്ചതുമുണ്ട്, പരാജയപ്പെട്ടതുമുണ്ട്. അപ്പോൾ എല്ലാം മിക്സഡാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്, എന്നാലും ഞാൻ പിന്നെയും ഉണ്ടാക്കി നോക്കും. അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? പിന്നെന്താ, അപ്പോൾ എൻ്റെ പിസ്സയൊക്കെ റെഡിയായി വന്നു. അപ്പോൾ ഞാൻ ആദ്യം പറയാതിരുന്നത് ഇനി അഥവാ റെഡിയായില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, കള്ളം പറയില്ല, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ എനിക്ക് പ്രതീക്ഷിക്കാം. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തേക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെയുള്ള വീഡിയോസൊക്കെ ട്രൈ ചെയ്യാം. പിന്നെന്താ, അപ്പം അത്രയ്ക്കേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ടാറ്റാ.